അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അതെങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നേ? അല്ല, പാമ്പിനെ കണ്ട് പേടിച്ചതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചാണല്ലോ കിടന്നത്. അതാ ചോദിച്ചത്. മക്കള് വലുതായി വരുമ്പോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ താല്പര്യം അവർക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ളതാ. നവീന ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ തന്നെ നവീന് കിട്ടി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇണങ്ങിയിട്ടുമുണ്ട്, പിണങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ ഒരു ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇണക്കവും പിണക്കവും ഒക്കെ ഏത് വിവാഹബന്ധത്തിലും ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തില് അത് കുറച്ച് കൂടുതലായിപ്പോയി. രണ്ടുപേരും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അമ്മ ഒരു കാര്യം പറയാം. ഇപ്പൊ ഗാഥമോളുടെ പെരുമാറ്റം എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാ. ആ സന്തോഷം എന്റെ മോന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ലേ? ഗാഥ, തന്നോട് അമ്മ ചോദിച്ചേ, അതിന്റെ മറുപടി എന്താന്ന് പറ. ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന, എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഈ ഗാഥ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഗാഥയ്ക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒരാളെ വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ എന്നും എന്നോട് നിൽക്കാൻ പറ്റത്തില്ലേ? അയ്യോ മോളെ, മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ അമ്മ ഒന്നും പറഞ്ഞതല്ല. അമ്മയ്ക്ക് നിന്നോട് ഒരു വിഷമവും ഇല്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഇങ്ങോട്ട് വരാതെ നിന്നപ്പോഴും ഒക്കെ അമ്മ നിത്യേന നിനക്ക് വേണ്ടി 2 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. മോള് മനസ്സ് മാറി തിരിച്ചു വരണോന്ന് തന്നെയാ അമ്മ ആഗ്രഹിച്ചിരുന്നത്. ഇവനോട് ചോദിച്ചു നോക്ക്. ഒരിക്കൽ പോലും നിനക്കൊരു കുറ്റമുണ്ടെന്ന് അമ്മ നവീനോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗാഥ, ചുറ്റുള്ളവരൊക്കെ കൂടി തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴും അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മോളുടെ മനസ്സ് മാറും, അവൾ നന്നായി എന്നും നിന്റെ കൂടെ ജീവിക്കുമെന്ന് മാത്രം. നമുക്ക് ഒരുമിച്ച് അമ്മയ്ക്ക് വാക്ക് കൊടുക്കാം, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. എന്താ? എന്നോട് വാക്ക് പറയലും സത്യം ചെയ്യലും ഒന്നും വേണ്ട. നിങ്ങളുടെ 2 പേരുടെയും മുഖത്ത് നോക്കുമ്പോ ഒരു പുഞ്ചിരി കണ്ടാ മതി. അമ്മയ്ക്ക് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. ആ പിന്നെ നാളെ 2 പേരും ഒന്ന് റെഡിയായി എന്റെ കൂടെ വരണം. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് ഇപ്പൊ ചോദിക്കണ്ട. നമുക്ക് 3 പേർക്കും കൂടി ഒരു സ്ഥലത്ത് പോണം. അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും കൂടിയാ മോളെ. നമുക്ക് പോണം കേട്ടോ. ഞാൻ ഓക്കെ. നാളെ അമ്മ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടക്കട്ടെ, അല്ലേ ഗാഥ? മോൾക്ക് സമ്മതമല്ലേ? ഞാൻ വരാം. പോണം. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാ നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശാന്തി, മോളെ, നിങ്ങൾ ആത്തേക്കുന്നോ? ഞാനൊന്ന് തിരുമേനിയെ കണ്ടിട്ട് വരാം. പെട്ടെന്ന് വരാം. നിങ്ങൾ ചെല്ല്. ഇത് എത്ര നേരം എടുക്കും? എനിക്കറിയില്ലേ. മുമ്പേ ചെയ്തതിൻ്റെയൊക്കെ പരിഹാരമല്ലേ. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അമ്മേ,
മോളെങ്ങനെ എത്തി? ആ, ഒരു ഓട്ടം വന്നതാ. അമ്മ മാറിക്കേ, ഞാൻ തള്ളിക്കോളാം. അമ്മേ, ചിലരുടെയൊക്കെ ഭാവം കണ്ടാലേ ആന കുത്താൻ വന്ന ആ ആനയെ കുത്തി മറിക്കുന്നത് പോലെയാ. പക്ഷെ പാമ്പിനോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല. അല്ല ഗാതെ? എന്റെ കാര്യങ്ങള് നീ അന്വേഷിക്കണ്ട. എന്താ മോളെ ഇത്? വെറുതെ അമ്പലത്തിൽ വെച്ചെന്തിനാ രണ്ടാളും കൂടി വഴക്കിടുന്നേ? കൃഷ്ണേ നല്ല ദൈവഭക്തിയുള്ള കുട്ടിയാ. അതുകൊണ്ടെന്താ, കൃഷ്ണയെ ദ്രോഹിക്കുന്ന ഒരാളെ ദൈവം വെറുതെ വിടില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത കൃഷ്ണയെ കൊല്ലാൻ ആളെ വിടുവോ? എന്നിട്ട് സംഭവിച്ചതോ സ്വന്തം കാലൊടിഞ്ഞു. പക്ഷേ അവളെ സമ്മതിക്കണം കേട്ടോ. പാമ്പിനെ പേടിച്ചൊരു മൂലയില് കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോ പൂജയും കഴിച്ച് പ്രസാദമായിട്ടാ വന്നത്. ഇനിയെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നോക്ക്. സ്നേഹിക്കണ്ട, തിരിച്ചുപദ്രവിക്കാതെങ്കിലും ഇരുന്നൂടെ? അതെങ്ങനെ മനുഷ്യത്വം വേണ്ടേ? മതിയടി, നീ അങ്ങോട്ട് മാറി നിക്ക. നീ എന്നെ സഹായിക്കണ്ട. ചെയ്ത പണിയൊക്കെ പാളി വീണ്ടും പ്രായശ്ചിത്തത്തിന് വന്നിരിക്കുക. പക്ഷെ അഹങ്കാരം കണ്ടോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അതെങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നേ? അല്ല, പാമ്പിനെ കണ്ട് പേടിച്ചതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചാണല്ലോ കിടന്നത്. അതാ ചോദിച്ചത്. അല്ല, അപ്പ ഈ അറപ്പും വെറുപ്പൊന്നും തോന്നിയില്ലേ? എന്റെ മമ്മിയെ ദ്രോഹിച്ചവളാണെന്നൊന്നും തോന്നിയില്ല? മോളിക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കെ. വെറുതെ ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അയ്യോ അമ്മേ, മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞേനെ. നിർത്താനാ പറഞ്ഞേ. ഞാൻ നിർത്തി. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുക. കേട്ടല്ലോ? ഈ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താ അമ്മേ, സ്ഥിരം പോകുന്ന ക്ഷേത്രങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഇവിടെ പുതിയൊരു സ്ഥലത്ത്? ഒന്ന് മിണ്ടാതിരിക്കും മോനെ. ക്ഷേത്രം ഇരിക്കുന്നതിന്റെ ദൂരം നോക്കിയിട്ടാണോ ദൈവങ്ങളെ വിലയിരുത്തുന്നേ?